നമ്മള് ചെറിയ വർത്താനങ്ങളല്ല, നമ്മള് വലിയ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോ ഈ കാര്യങ്ങള് ദൈവം സാക്ഷി ഞാൻ എന്റെ ജീവിതത്തിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന അത് കേൾക്കുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ എന്താണ് ചാനല്. അപ്പൊ അവര് ചിലപ്പോ അവരത് കമന്റിലൂടെയും പറയാനല്ലേ ഞങ്ങളെ ജീവിതം രക്ഷിച്ച ഒരാളാണ്, ഞങ്ങൾക്കൊരു അവസരം തന്ന ഒരാളാണ്. നെഗറ്റീവായിട്ട് നമ്മൾക്കൊന്നുമില്ല, അതിനാല് എന്നും പോസിറ്റീവാണ്. അത് നമ്മൾ അവരായിട്ട് നിൽക്കുന്ന ഒരു കാലം. എനിക്ക് നിങ്ങളെ കണ്ടിട്ടുള്ള ഒരു നല്ലൊരു അനുഭൂതി എന്താ വെച്ചാൽ, ഈ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ചില പ്രോഗ്രാമുകൾ നടത്തുമല്ലോ, മ്യൂസിക് ആയിക്കോട്ടെ, മിമിക്രി ആയിക്കോട്ടെ, ഒരു വേദിയൊക്കെ നടത്തുമ്പോൾ അതിലൊരു മിമിക്രി നടത്താൻ കലാഭവൻ ബാദുഷ്ഖാനെ വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പേയ്മെന്റ് ഒന്നും മേടിക്കാതെ ആ ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമയം നിങ്ങൾ ചെലവാക്കിയിട്ടുണ്ട്. അതെ, ഞാൻ ഇതുപോലെ നമ്മള് വേലൂർ ഒരു സംഭവമുണ്ട്, അവിടെ ഏകദേശം ഒരു 1000 പേരോളം ഉണ്ടാവും. അപ്പോൾ ഒരാൾക്കാരെന്നെ വിളിക്കും, അപ്പൊ അവര് പ്രോഗ്രാമൊക്കെ ഇറക്കും. അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞാല് നമ്മളെ ജീവിതം ഒന്നുമല്ല, എന്നാല് നമ്മൾക്ക് സ്വർഗമാണ്. അവർക്കൊരു പാട്ട് പാടാം, മിമിക്രി പാടാന്ന് പറഞ്ഞാല് അത് ദൈവത്തിന്റെ ഒരു കയ്യൊപ്പുള്ള സ്ഥലമാണ്. അവിടെ പോയി നമ്മൾ ചെയ്യാറുണ്ട്. അതൊരു ബിസിനസ് ആക്കി നമ്മൾ മാറ്റിയിട്ടില്ല. അവര് നമ്മൾ തന്നാലും വാങ്ങിക്കാറില്ല. അപ്പൊ നമ്മൾ ഭക്ഷണം അവരൊപ്പം ഇരുന്ന് കഴിക്കും. അത് നമുക്കൊരു അന്നമാണ്. അതിൽ നമ്മൾ എല്ലാവരും അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. മക്കളെ നോക്കാനും അതുപോലുള്ള കല നമ്മൾ ഒരിക്കലും ഒരു ബിസിനസ് ആയിട്ട് കരുതിയിട്ടില്ല. അത് ഇനി എത്ര കാലമായാലും ഞാൻ അങ്ങനെയാണ്. നമുക്ക് ചിലരത് അറിഞ്ഞു തരാറുണ്ട്. പിഷാരടി ആയാലും നമ്മൾ പോരാൻ കഴിഞ്ഞാൽ നമുക്കൊരു വരുമാനം. അതിലുപരി ഞാൻ വലിയൊരു മോഹമൊന്നുമില്ല. ഞാനിപ്പോഴും പറഞ്ഞല്ലോ, നമ്മളിപ്പോ ആ പഴയ രീതിക്ക് പോകാനാണ് ആഗ്രഹം. അതല്ലേ കുറച്ച് ആൾക്കാരൊക്കെ ഇടയിൽ ഇപ്പോഴും ഐസ്ക്രീം ബാദുഷ തന്നെയാണ്. അതെ അതെ, ഐസ്ക്രീം അത് എന്റെ ഒരു ജീവിതമാണ്. അതൊരു കമ്പനി നമുക്ക് തന്നു. ആ സാറിനോടും ആ ഒരു ഫാക്ടറി കാച്ച് ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള, എത്ര തിരക്കായാലും താങ്കൾ അത് വിടാൻ ശ്രമിച്ചിട്ടില്ല? ഇല്ല, പല കമ്പനിക്കാരും വന്നു, പല വലിയ കമ്പനിക്കാരും വന്നു. ഈ കാച്ച് ഐസ്ക്രീം നമ്മള് ബാദുഷ, ഞാനൊരു കലാകാരനാണ്. ഞാൻ പല വേദിയിലും അത് പറഞ്ഞിട്ടുണ്ട്, ചാനൽ വേദികളിൽ. അപ്പൊ അതൊക്കെ ഒരു സന്തോഷം. അപ്പൊ അത് സാറിന് ഭയങ്കര സന്തോഷമായി. അത് പറയാനുള്ളൊരു മനസ്സുണ്ടല്ലോ. അപ്പൊ അത് നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കാറില്ല. നമ്മൾ ആ കമ്പനി കൊണ്ടാണ് രക്ഷപ്പെട്ടത്. കലാഭവൻ ബാദുഷയ്ക്ക് ഒരു ജീവിതം തന്നത് ഈ ഐസ്ക്രീമാണ്. ഐസ്ക്രീം ബാദുഷ എന്ന് അറിയപ്പെടുക, മിമിക്രി ബാദുഷ, ഐസ്ക്രീം ബാദുഷ. അത് നമുക്ക് സന്തോഷമാണ്. അത് നമുക്ക് ഐസ്ക്രീമിന്റെ ഓർഡർ ആൾക്കാർ തരും. അവിടെ ഐസ്ക്രീം കൊടുത്തിട്ട് ഇപ്പുറത്ത് ഞാൻ മിമിക്രി എടുത്തു. അത് രസമാണ്. ഈ ഐസ്ക്രീമും കൊണ്ടുപോകുന്ന സ്ഥലത്ത് ഞാൻ ഐസ്ക്രീമും വിളമ്പോ ഗ്യാപ്പിലും മിമിക്രിയും ചെയ്യും, പാട്ട് പാടി ചെയ്യും. നമ്മള് അപ്പൊ ആൾക്കാര് അയ്യോ ഈ ചേട്ടനല്ലേ അവിടെ ഐസ്ക്രീം വിളമ്പിരുന്ന് അങ്ങനെ പറയണം. അപ്പൊ നമുക്കതൊരു നാണക്കേടൊന്നുമില്ല. നമ്മളെ ജീവിതം അത് അടിപൊളിയാണ്, സന്തോഷമാണ് നമുക്ക് വേണ്ടത്. അതെന്നും ഉണ്ടാവും. അതല്ല ഇപ്പോഴും ഞാൻ ഒരു വലിയ കലാകാരനെ വെച്ചിട്ട് ഐസ്ക്രീം ഒഴിവാക്കി അങ്ങനെയൊന്നുമില്ല. അതെന്റെ ജീവിതം ഐസ്ക്രീമാണ്, പ്രോഗ്രാം അതും വേണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു വണ്ടിയിൽ 2 ഡ്രസ് ഉണ്ടാവും, ഒന്ന് തുണി ഉണ്ടാവും, ഒന്ന് പാൻറ്റും ഉണ്ടാവും. ഏത് സമയത്താണ് നമുക്ക് പാൻറ് ഇടാം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു പോകുന്ന ആൾക്കാരെ. ചിലപ്പോൾ അതിൽ പേയ്മെന്റ് ഉണ്ടാവും, ചിലപ്പോൾ പേയ്മെന്റ് ഉണ്ടാവില്ല. നമ്മൾ ഈ പോകുന്ന വഴിയിൽ എന്നും ഒരു മിമിക്രിക്കാരനായിട്ടും ആണ് പോകാനുള്ളത്. അപ്പൊ എന്നും ദൈവം അതൊരു അനുഗ്രഹം തന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ച പോലെ എല്ലായിടത്തും എത്താൻ പറ്റിയിട്ടുണ്ട്. എന്നും നിലനിർത്തട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കും. ഇനിയുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ, അല്ല, ഇനിയുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ പല ആഗ്രഹങ്ങളും ഒരു ഇതൊക്കെ നമുക്ക് ദൈവം സഹായിച്ച് ഞാനൊക്കെ കാണാൻ കൊതിച്ച മമ്മൂക്കലാലേട്ടൻ, അവരായിട്ട് ഫോട്ടോ എല്ലാം ഒന്ന് ഫോട്ടോ എടുക്കാൻ വരും. എന്റെ വീട്ടിൽ തന്നെ എല്ലാ നടന്മാരും ഫോട്ടോ വെച്ചിട്ടുണ്ട്. അത് വലിയൊരു ആഗ്രഹമാണ് നമുക്ക്. മമ്മൂട്ടി, മോഹൻലാല് എല്ലാവരും ജീവനോട് അന്നൊക്കെ കാണുമ്പോൾ അത് എടുത്തു. അതുപോലെ നമ്മൾ പല വ്യക്തികളെ കാണാൻ പറ്റി, പല ഷോകൾ ചെയ്യാൻ പറ്റി. ഇനി ഗൾഫിൽ എന്ന് ഇതുവരെ പോയിട്ടില്ല. 2 പാസ്പോർട്ട് എടുത്ത്, അത് ഭയങ്കര അതിശയമാണ്. അത് 2 കഴിഞ്ഞ് 3ാമത്തെ ഇനിയിപ്പോ കഴിയാൻ പോവാണ്. അപ്പൊ ചില ആൾക്കാർ വെച്ച് എന്താ അങ്ങനെ, അത് വലിയൊരു ജീവിതത്തിലൊരു ആഗ്രഹമാണ് ഗൾഫിൽ പോവാന്നുള്ളത്. എനിക്കത് പറ്റിയിട്ടില്ല. ആ മണ്ണൊന്ന് ചവിട്ടണമെന്ന് സലീം കോടത്തൂരൊക്കെ പറഞ്ഞ പോലെ മണ്ണ് ചവിട്ടാൻ വേണ്ടിയിട്ട് അവൻ ഗൾഫിൽ നിന്ന് ഇവിടെ മണൽ കൊടുത്ത് ചവിട്ടിയിട്ട് ഇന്നിപ്പോ അവൻ ദുബായിലൊക്കെ ഏറ്റവും കൂടുതൽ പോയുള്ള സലീം കോടത്തൂർ എന്നിട്ട്. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു അതൊക്കെ സാധിക്കുക, ഓരോ അവസരങ്ങൾ വരുന്നുണ്ട്, കുറെ ആൾക്കാരെ വിളിക്കുന്നുണ്ട്. ഇപ്പൊ അക്ബർ ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു സാറുണ്ട്, അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഒക്കെ ഞാൻ ചെയ്യാം. അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട് അത് നടക്കും. അപ്പൊ ഗൾഫിൽ പോവാന്ന് പറഞ്ഞാൽ ആഗ്രഹം നമുക്ക് പോവാൻ സാധിക്കാണ്ടല്ല, പക്ഷെ ആ ഒരു ആഗ്രഹങ്ങൾ മാത്രമാണ് ജീവിതത്തിൽ ഒരു വിഷമമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അത് ഞാൻ സത്യം പറഞ്ഞാല് ഈ പണ്ടൊക്കെ ഗൾഫിൽ പോവാന്നിട്ടേ പല ആൾക്കാരോടൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അത് ആഗ്രഹമായിട്ട് കത്തൊക്കെ മേടിച്ചിട്ടുണ്ട്. കാരണം ചിലപ്പോ റെഡിയായി എന്ന് പറഞ്ഞിട്ട് നിൽക്കാണ്, പക്ഷെ റെഡി ആയിട്ടില്ല. റെഡി ആവുമെന്ന് വെച്ചിട്ട് ഞാൻ വിസൊക്കെ റെഡിയായി അങ്ങനെയൊക്കെ എഴുത്തൊക്കെ മേടിച്ചിട്ടുണ്ട്.
അതൊരു കളിയാക്കുന്നത് പോലെ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞാനത് നല്ല വിഷമമായിട്ടുണ്ട് എനിക്ക്. ഞാനല്ലേ ഗൾഫില് പോണം, ഫ്ലൈറ്റിൽ കയറണം കുറെ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും ആഗ്രഹമുണ്ട്. ഞാൻ ഇടക്ക് വൈഫ് പാസ്പോർട്ട് എടുത്തപ്പോഴാണ് പാസ്പോർട്ടിന്റെ ഓർമ്മ വരുള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞു 2027 ഒക്കെ വരെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് പുതുക്കണം. എന്തായാലും ഒരിക്കൽ പോവും ഗൾഫില്, വഴുകില്ല. അപ്പൊ അത് വലിയൊരു ആഗ്രഹമായിട്ട് നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ ദൈവം സഹായിച്ച് എല്ലാതും എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. വണ്ടി എടുക്കാൻ പറ്റി, സ്വന്തമായിട്ട് വീട് വെക്കാൻ പറ്റി. ചെറിയൊരു വീടാണെങ്കിലും ഇതിന്റെ ഒരു വലിയൊരു പങ്ക് മിമിക്രിക്കില്ലേ? മിമിക്രിക്ക് ഉണ്ട്. അവിടെ കുറെ ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട് എന്റെ വീട്ടിൽ. ഇവിടെ കുന്നോളത്ത് ആര് വരുമ്പോഴും എന്നെ വിളിക്കും. അപ്പൊ അവിടെ വരും. പിന്നെ എന്റെ വൈഫ് നന്നായി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. അത് ആർട്ടിസ്റ്റുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കും നന്നായി ഭക്ഷണം ഉണ്ടാക്കി തരും. ഭക്ഷണപ്രിയനാണ് ഞാൻ. അതായത് വേറൊരു ദുശീലങ്ങളൊന്നുമില്ല. ഈ ഭക്ഷണം നന്നായി കഴിക്കും. അപ്പൊ അത് ആഗ്രഹങ്ങൾ അങ്ങനെയാണ് നല്ല രീതിയിൽ പോകുന്നത്. ഇതൊക്കെ മനസ്സ് തുറന്നിട്ടുള്ള ഒരു പറച്ചിലാണ്. നമ്മള് ഞാൻ കുറെ വേദികളിൽ പറയാത്ത കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ട് നല്ലൊരു വേദി, ഒരുപാട് ഉയരങ്ങളിൽ എത്തണം. അത് എല്ലാവരും ആഗ്രഹം പോലെ തന്നെ സിനിമ ഉണ്ട്, ഗൾഫിൽ പോകുന്ന ആഗ്രഹങ്ങളുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ. അതെന്തായാലും നടക്കും. എന്നാലും നമുക്കൊരു സുഖം എന്ന് പറഞ്ഞാല് ഇങ്ങനെ പോണേൽ കുറെ ആൾക്കാരെ സഹായിക്കുക, പ്രോഗ്രാമിൽ ചെയ്യുക, ബിസിനസ് ചെയ്യുക, ഒരു സന്തോഷമാണത്. നമുക്ക് ടെൻഷൻ എന്ന് പറയുന്ന സംഭവം കുറവാണ്. അതിൽ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്ട, ഇങ്ങനെ ഒരേ രീതിയിൽ ഇങ്ങനെ പോകുന്നത്. അതിൽ വലുപ്പമില്ല ചെറുപ്പമില്ല, ആ രീതിയിൽ അങ്ങനെ പോകുന്നുണ്ട്. അതെന്നും ദൈവം നിലനിർത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ കുറെ ആൾക്കാരെ പ്രാർത്ഥന ഉണ്ട്. നമ്മൾ രക്ഷപ്പെടുത്തിയ കുറെ ആൾക്കാരെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. പിന്നെ അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ, അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മളൊപ്പമുള്ള കുറേ കലാകാരന്മാരെ നമ്മൾ വിട്ടുപോയി, പല ആൾക്കാരും പല കൊറോണ സമയത്തും. അപ്പോൾ നമുക്കൊരു ആയുസ്സിനെ ദൈവം തന്നല്ലോ. അപ്പോൾ അത് ദൈവത്തിനോട് നന്ദി പറയും. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം ജീവിതത്തിൽ. കുന്നംകുളത്തിനെ കുറിച്ചിട്ട് ഒരു അനുഭവം ചോദിച്ചു കഴിഞ്ഞാൽ, കുന്നംകുളത്തിനെ കുറിച്ചിട്ട് അനുഭവം എന്ന് പറഞ്ഞാല്, കുന്നംകുളത്ത് ജനിക്കാൻ പറ്റാത്തത് വലിയൊരിത്. കുറെ അനുഭവങ്ങളുണ്ട്, കുറേ നല്ല നല്ല അനുഭവങ്ങൾ. പിന്നെ കുന്നംകുളത്ത് എല്ലാ ഇതിൽപ്പെട്ട ആൾക്കാരും, രാഷ്ട്രീയക്കാരായാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എല്ലാവരുമായിട്ടും നല്ലതാണ്. പിന്നെ നമ്മളെ കുന്നംകുളം എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകാൻ പോകുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആണോ അങ്ങനെ ചോദിക്കാറുണ്ട്. എനിക്കൊരു വേദിയിൽ അത് പറഞ്ഞു, ഇത് ഒറിജിനൽ മിമിക്രിക്കാരാണ്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനലാണ്. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, കുന്നംകുളം ഒറിജിനലാണ്. നല്ല കലാകാരന്മാരുള്ള നല്ല മനുഷ്യസ്നേഹികളായ ആൾക്കാരാണ്. എന്നും ഒറിജിനലാണ് കുന്നംകുളം. പിന്നെ ഈ കുന്നംകുളത്തിന്റെ വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് അഭിനയിക്കാൻ ഭാഗ്യം കുറച്ചേ കിട്ടിയുള്ളെങ്കിലും എനിക്ക് സംവിധാനം ചെയ്യാൻ പറ്റി. ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമാണ്. അതൊരു നാടിന്റെ പാട്ട്, കുന്നംകുളം, ഇമ്മടെ കുന്നംകുളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട്. കൊറോണ സമയത്താണത്. എൻ്റെ ഒരു സുഹൃത്ത് സുശീലിന്റെ വൈഫ് രശ്മി സുശീൽ എഴുതിയിട്ട് ആ വരികൾ ഞാനാണ് മൊത്തം അത് ഷൂട്ട് ചെയ്തത്. അത് കൊറോണ സമയത്ത് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സമയത്ത് നമ്മൾ അത്രയും കഷ്ടപ്പാട് ഇട്ടിട്ട് കുന്നംകുളത്തിനെ ഒപ്പിയെടുത്തിട്ട് ആ പാട്ട് കണ്ടിട്ടുണ്ടോ എല്ലാവരും? 1 മില്യൺ അടിച്ചൊരു സംഭവമാണ്. അതൊരു നാടിന്റെ പാട്ട് എനിക്ക് ചെയ്യാൻ പറ്റി, അത് സംവിധാനം ചെയ്യാൻ പറ്റി. കുന്നംകുളത്തിനെ കുറിച്ചിട്ട് നല്ലതാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ജനിക്കാൻ പറ്റിയത്, കുന്നംകുളം ബാദുഷ കലാപവും ബാദുഷ കുന്നംകുളം, അതെനിക്കൊന്നൊരു അഭിമാനമാണ്. അത് ഒറിജിനലാണ്, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും അല്ലത്. പത്തര മാറ്റാണ് അത് കുന്നംകുളം. ആ ഒരു സ്ഥലത്ത് എനിക്ക് ജനിക്കാൻ പറ്റിയത് വലിയൊരു സന്തോഷം. നല്ല അനുഭവങ്ങളുണ്ട്, നല്ല ആൾക്കാർ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. ചാനലുകളായാലും CCTV, അതിലാണ് ഞാൻ ആദ്യമായിട്ട് മിമിക്രി ചെയ്തത്. CCTV ആ CCTVയുടെ ഒരു പിന്നെ എനിക്കൊരു പ്രോഗ്രാം തന്നതും അതിന്റെ ആൾക്കാരാണ്. ജോസ് മാളിയേക്കൽ. ഫസ്റ്റ് ഒരു ടിക്കറ്റ് ഷോ ഞങ്ങൾ മിമിക്രി തുടങ്ങിയിട്ട് ഒരു ടിക്കറ്റ് ഷോ നടന്നത് കുന്നംകുളത്താണ്. അത് ജോസേട്ടനാണ് എനിക്ക് തന്നത്. CCTVയിൽ അവതരിപ്പിച്ചു. എന്നിട്ടാണ് കൂടുതലും ഞാൻ കുന്നംകുളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ നല്ല നല്ല അനുഭവങ്ങളുണ്ട്. ഒരു നാടിന്റെ പേര് വെച്ച് അറിയാന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. കുന്നംകുളം എന്നും നന്മയുള്ള കുന്നംകുളം, ഒരുമയുള്ള കുന്നംകുളം, നല്ല കുന്നംകുളം. അതാണ് നമുക്ക് പറയാനുള്ളത്. ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ആൾക്കാർ വെറുതെ പറയുന്നത്. സന്തോഷമുള്ള ഒരു കുന്നംകുളമാണ്. അത് എന്നും അങ്ങനെ നിലനിൽക്കുന്നു. അവിടെ ജനിക്കാൻ പറ്റിയതിൽ, ഒരു കലാകാരനായിട്ട് നിൽക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അപ്പൊ എന്തായാലും ബാദുഷക, കുറച്ചു നേരം നമുക്ക് വേണ്ടി സഹകരിച്ചതിൽ ഒരുപാട് നന്ദി. നമുക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ സത്യം പറഞ്ഞാല് ഇവിടെ തുറന്ന് സംസാരിക്കാൻ പറ്റി, മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റി. ഞാൻ എവിടെയും പറയാത്ത കുറെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. അത് ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ എൻ്റെ കുറച്ച് ആഗ്രഹങ്ങളും പറഞ്ഞു. അഖില് കാണിപ്പയ്യൂർ, വളരെ സന്തോഷം. ഇത്രയും വലിയൊരു മീഡിയ എന്ന് പറയുമ്പോൾ മോൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്. ഞാൻ തുടക്കം തൊട്ടിട്ട് മോനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. എന്നെയും സപ്പോർട്ട് ചെയ്യാറുണ്ട്. ബ്ലോസം മീഡിയ അല്ല, അവര് ഇങ്ങനൊരു അതിന് ക്ഷണിച്ചതിൽ വളരെ സന്തോഷം. കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന, ഇങ്ങനെയുള്ള ഓരോ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന, എല്ലാ തരത്തിലുള്ള ആൾക്കാരെ, ഏത് രംഗത്തുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ബ്ലോസം മീഡിയ ഇങ്ങനൊരു വേദി തന്നതിൽ ഒരു കലാകാരൻ എന്ന നിലയിൽ ഞാൻ നന്ദി പറയുന്നു. അത് മിഥുൻ, അദ്ദേഹത്തിനോട് നന്ദി പറയുന്നു. ഒപ്പം അതിൽ പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. വലിയൊരു മീഡിയ ആയിട്ട് വരട്ടെ. ഞങ്ങളെപ്പോലെയുള്ള കലാകാരന്മാരെ സപ്പോർട്ട് ഉണ്ടാവും. ഇനിയും ഞങ്ങളെപ്പോലെയുള്ള കലാകാരന്മാർ ഇതിൽ വരണം. എന്നാലേ
എന്തോ തുറന്നു പറയാൻ പറ്റിയൊരു എനിക്ക് മറ്റുള്ള വേദികളിലായിട്ട് കുറച്ചുകൂടി നന്നായി സംസാരിക്കാൻ പറ്റിയൊരു വേദി ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കുറേ ഇന്റർവ്യൂകൾ എല്ലാവരും കണ്ടിരിക്കും, പക്ഷെ ഇതൊരു വലിയൊരു വേദിയാണ്. എനിക്കൊരു എന്താ പറയുക, എൻ്റെ എല്ലാം മനസ്സ് തുറന്നു പറയാൻ പറ്റി. എന്തായാലും ഈ മീഡിയയ്ക്ക് എല്ലാവിധ ആശംസകളും സപ്പോർട്ടുകളും എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഇനിയും ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് ബ്ലോസം മീഡിയയ്ക്ക് ഉണ്ടാവും. അതുപോലെ അഖിലിനും ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. ഒരുപാട് നല്ല ഇതുപോലെ ഉയരങ്ങളിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ,